ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സമാദരണീയരായ സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ വിശ്വാസം നിലകൊള്ളുന്നത് അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അതിരറ്റ് സ്നേഹിക്കുമ്പോഴാണ്. വിശ്വാസികൾ അള്ളാഹുവിനെ വല്ലാതെ സ്നേഹിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനീങ്ങളായ ആളുകൾ അള്ളാഹുവിനോട് ശക്തമായ സ്നേഹം വെച്ച് പുലർത്തുന്നവരാണ്. അള്ളാഹുവിനെ വല്ലാതെ മഹബത്ത് വെക്കുന്നവരാണ്. ആ റബ്ബിലെത്തിച്ചേരാനുള്ള, അള്ളാഹുവിലേക്കൊരടിമക്ക് ചെന്ന് ചേരാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നല്ല ഒരേ ഒരു മാർഗം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കലും അവിടുത്തെ അനുധാവനം ചെയ്യലും മാത്രമാണ്. പ്രവാചകരില്ലാതെ പടച്ചവനെ കണ്ടെത്താൻ സാധ്യമല്ല. കാരണം ആരാണ് അള്ളാഹുവെന്നും അവൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്നും അള്ളാഹുവിനെ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടതെന്നും എങ്ങനെ വിശ്വസിച്ചുകൂടെന്നും നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നബിയെ തങ്ങൾ പറഞ്ഞേക്കുക, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, അള്ളാഹുവിനെ സ്നേഹിക്കാതെ വിശ്വാസിക്ക് നിവൃത്തിയില്ലല്ലോ. അവൻ അറിയാതെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരായി അവൻ മാറണം. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടർന്നേ പറ്റൂ എന്ന് പറഞ്ഞേക്കു നബിയെ. അങ്ങനെ നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്നാൽ യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ അള്ളാഹുവിലെത്തിച്ചേരണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബത്തുണ്ടാവണം. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവാചകരെ മഹബത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പ്രവാചകരെ അനുധാവനം ചെയ്യുന്നു എന്നാണ്. രണ്ടും ഒന്നിച്ചല്ലാതെ രണ്ടാക്കി കാണാൻ ഒരു മുഅ്മിനായ മനുഷ്യന് കഴിയില്ല. ഇത് വളരെ കൃത്യമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും പരിപൂർണ വിശ്വാസിയാവില്ല, യഥാർത്ഥ വിശ്വാസിയാവില്ല, ഹത്താ അകൂന, ഞാനായിത്തീരുന്നത് വരെ, അഹബ്ബ ഇലൈ, ആ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവൻ ഞാനായിത്തീരണം. വളരെ കൃത്യമാണത്. ആരെക്കാൾ? മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ, തൻ്റെ മാതാപിതാക്കളെക്കാൾ, തൻ്റെ സന്താനങ്ങളെക്കാൾ മറ്റാരൊക്കെ തനിക്ക് വേണ്ടപ്പെട്ടവരുണ്ടോ, തൻ്റെ ഇണയാവാം, തൻ്റെ കൂട്ടുകാരനാവാം, തൻ്റെ സർവ്വസമ്പാദ്യങ്ങളുമാവാം, അതിനേക്കാളൊക്കെയും എന്നെ ഒരാൾക്ക് ഇഷ്ടമാകുന്നതുവരെ ഒരാളുടെ വിശ്വാസം സമ്പന്നമാവില്ല, ഒരാളുടെ വിശ്വാസം പരിപൂർണമാവില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാരായ സ്വഹാബത്ത് അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടന്ന ഹുബ്ബിൻ്റെ, ഇഷ്കിൻ്റെ, അനുരാഗത്തിൻ്റെ, മഹബത്തിൻ്റെ വിവിധ ഉദാഹരണങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. അവരുടെ ജീവിതത്തിൽ എന്തായിരുന്നു അവർക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്തിൻ്റെ തോതെന്ന് അളക്കാൻ പറ്റുന്ന ഒരു മാപിനി, ഒരളവുകോല് ലോകത്ത് ലഭ്യമല്ല. അത്രയും ഹുബ്ബ് വെച്ചവരായിരുന്നു മഹാന്മാരായ സ്വഹാബത്ത്. ചില ആളുകൾക്ക്
അവരുടെ നമ്മുടെ യുക്തി കൊണ്ടുപോലും ഒരു പക്ഷേ നമ്മൾക്ക് അളക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാതിരിക്കാൻ കഴിയാത്ത സഹാബത്തുണ്ടായിരുന്നു. ഉദാഹരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിലക്ക് വാങ്ങി മോചിപ്പിച്ച യുദ്ധ തടവുകാരനായിരുന്നു മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു. സൗബാൻ തങ്ങൾക്ക് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിലക്ക് വാങ്ങി മോചിപ്പിക്കുമ്പോൾ കൊടുത്ത ഓഫർ, ഇൻ ശിഅത അൻ തൽഹഖ ബിമൻ അൻത മിൻഹും, ഓ സൗബാനെ, ഞാൻ നിന്നെ വിലക്ക് വാങ്ങി മോചിപ്പിച്ചിരിക്കുന്നു. നിനക്ക് വേണമെങ്കിൽ നിന്റെ സമൂഹത്തോട് ചേരാം. നീ ഏതൊരു സമൂഹത്തിൽ നിന്നാണോ വരുന്നത്, വിശ്വാസിയായി ആ സമൂഹത്തിലേക്കു തന്നെ നിനക്ക് മടങ്ങിപ്പോവാം. അതല്ലെങ്കിൽ വഇൻ ശിഅത അൻ തകൂന മിന്നാ അഹ്ലൽ ബൈത്ത്, ഈ വീട്ടിലൊരു വീട്ടുകാരനെ പോലെ നിനക്ക് വേണമെങ്കിൽ തുടരാം. ഞാൻ നിന്നെ മോചിപ്പിച്ചു എന്ന് കരുതിയിട്ട് വീണ്ടും ഒരടിമത്വം നിന്റെ മേൽ ഞാൻ വെക്കുന്നില്ല, നിനക്കിഷ്ടമുള്ളത് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ സൗബാൻ പറഞ്ഞു, നബിയെ, ഞാൻ അങ്ങയുടെ കൂടെ നിൽക്കാൻ ഇഷ്ടപ്പെടുകയാണ്. ഇന്നലെ യുദ്ധത്തിൽ ശത്രുവിൻ്റെ ചേരിയിൽ നിന്ന് പിടിക്കപ്പെട്ട ഒരു മനുഷ്യൻ നിമിഷ നേരം കൊണ്ട് പ്രവാചകാനുരാഗിയായി മാറുന്നത് നമ്മൾ കാണുകയാണ്. എങ്ങനെയെങ്കിലും ഇയാളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടണമെന്നാണ് ചിന്തിക്കേണ്ടത്. പക്ഷേ അയാൾ പറഞ്ഞു, ശിഷ്ടജീവിതം ഞാൻ എൻ്റെ ഹബീബിൻ്റെ കൂടെ ചെലവഴിക്കുകയാണ് നബിയെ. ആ സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, വകാന ശദീദൽ ഹുബ്ബ്, വല്ലാത്ത മഹബ്ബത്തായിരുന്നു ആ മഹാന്. ഖലീല സബ്രി അൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറഞ്ഞ സമയം പോലും വിട്ടുനിൽക്കാൻ മഹാനവർകൾക്ക് കഴിയുമായിരുന്നില്ല. ഒരു ദിവസം രാവിലെ വീട് വിട്ടിറങ്ങിപ്പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് വളരെ വൈകിയാണ് വന്നത്. വളരെ വൈകി വന്നപ്പോൾ ഫാതാഹു ദാത്ത യൗമിൻ, ഒരു ദിവസം തിരിച്ചു വന്നപ്പോൾ വഖദ് തഗയ്യറ ലൗനുഹു, രാവിലെ മുതൽ സൗബാൻ കാത്തിരിക്കുകയാണ്, അള്ളാഹുവിൻ്റെ ഹബീബ് എന്താണ് വരാത്തത്, അവിടുത്തെ മുഖം കാണാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ, എപ്പോഴായിരിക്കും വരികയെന്ന് കാത്ത് 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 അവസാനം വന്നപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സൗബാനെ കാണുമ്പോൾ വഖദ് തഗയ്യറ ലൗനുഹു, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ നിറം മാറിപ്പോയിരുന്നു. വനഹല ജിസ്മുഹു, ശരീരമൊക്കെ തളർന്നു പോയിരുന്നു. യുഅറഫു ഫീ വജ്ഹിഹിൽ ഹുസ്ൻ, മഹാനവർകളുടെ മുഖത്ത് ദുഃഖം നിഴലിച്ചിരുന്നു. തളം കെട്ടിയ ദുഃഖത്തോടെ തളർന്നവശനായി ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വളരെ വിഷമിച്ചിരിക്കുന്ന സൗബാനെ കണ്ടപ്പോൾ ഫഖാല ലഹു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, യാ സൗബാൻ മാ ഗയ്യറ ലൗനക്, സൗബാനെ, നിനക്ക് എന്തു പറ്റിയടാ, നിന്റെ നിറമൊക്കെ മാറിപ്പോയല്ലോ, നിനക്കെന്താണ് വല്ലാത്ത ഒരു ക്ഷീണം, നിനക്ക് വല്ല അസുഖവും പിടിച്ചോ? ഫഖാൽ, മഹാനവർകളുടെ മറുപടി, യാ റസൂലല്ലാഹ് മാ ബി ദുർറുൻ വലാ വജ്ഉൻ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല നബിയെ, എനിക്കൊരു വേദനയുമില്ല, എൻ്റെ ശരീരത്തിനൊരസുഖവുമില്ല. ഗൈറ അന്നി ഇദാ ലം മറക്, നബിയെ, എൻ്റെ അസുഖം എന്താണെന്നറിയോ, എനിക്കെൻ്റെ തങ്ങളെ കണ്ടില്ലെങ്കിൽ ഇഷ്തഖ്തു ഇലൈക്, എനിക്ക് വല്ലാത്ത കൊതി വരും നബിയെ, എനിക്കൊരിത്തിരി നേരം തങ്ങളെ കാണാതിരിക്കാൻ കഴിയൂല, അപ്പോഴേക്കെൻ്റെ മനസ്സ് വല്ലാതെ തങ്ങളെ ആഗ്രഹിക്കും. വസ്തൗഹഷ്തു വഹ്ശതൻ ശദീദ, ഇനിയോ ഞാൻ ഉദ്ദേശിച്ച സമയത്ത് എനിക്ക് തങ്ങളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വല്ലാതെ അസ്വസ്ഥനാവും നബിയെ, എനിക്കത് താങ്ങാൻ കഴിയില്ല. ഹത്താ അൽഖാക്, തങ്ങളെ കാണുന്നത് വരെ എനിക്കെൻ്റെ ശരീരത്തിന് എന്താണ് സംഭവിക്കുന്നതെന്നറിയില്ല, ഞാൻ തളർന്നു പോവുകയാണ്, എനിക്ക് കഴിയൂല നബിയെ, തങ്ങൾ എന്നെ വിട്ടു നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ആ മഹാൻ പങ്കുവെച്ച ഒരു മനോഹരമായ ഹുബ്ബിൻ്റെ ഒരു വാചകമുണ്ട്. മഹാനവർകൾ പറഞ്ഞു, നബിയെ, സുമ്മ ദഖർതുൽ ആഖിറ, ഇന്ന് തങ്ങൾ കുറേ നേരം വരാതായപ്പോൾ എൻ്റെ ചിന്ത കാടുകയറി. അവസാനം ഞാൻ ആഖിറത്തെക്കുറിച്ച് ചിന്തിച്ചു. ആഖിറത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ കിതാബ് എങ്ങനെ കിട്ടുമെന്നോ, ഞാൻ സ്വർഗത്തിലായിരിക്കും നരകത്തിലായിരിക്കും എന്നൊന്നുമല്ല എൻ്റെ ആശങ്ക. വഅഖാഫു അല്ലാ അറാക ഹുനാക്, അവിടെ എൻ്റെ തങ്ങളെ കാണാൻ എനിക്ക് കഴിയൂലേ എന്നെനിക്കൊരാശങ്ക വന്നു നബിയെ. എന്താണ് കാണാതിരിക്കാനുള്ള സാധ്യതകൾ? ഒന്ന്, ലിഅന്നി അറഫ്തു, ഞാൻ മനസ്സിലാക്കുന്നു നബിയെ, അന്നക തുർഫഉ മഅൻ നബിയ്യീൻ, നാളെ മഹ്ശർ ലോകത്ത് അങ്ങ് മഹാന്മാരായ അമ്പിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, ആരിഫീങ്ങളുടെ ഉന്നതമായ ശ്രേണിയിലായിരിക്കും തങ്ങളുണ്ടാവുക. വഅന്നി ഇൻ ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ കടന്നു എന്ന് തന്നെ വിചാരിക്കും നബിയെ. എന്നാൽ പോലും കുന്തു ഫീ മൻസിലത്തിൻ ഹിയ അദ്നാ മിൻ മൻസിലതിക്,
തങ്ങളെത്തിയ സ്ഥാനത്തിൻ്റെ എത്രയോ താഴെയായിരിക്കും ഞാനുണ്ടാവുക. അപ്പോൾ എനിക്കെൻ്റെ തങ്ങളെ കാണാൻ കഴിയുമോ? എൻ്റെ ചിന്ത കടന്നുപോയത് അവിടെയാണ്. ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും എന്നെങ്കിലും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇന്ന് രാത്രി ഉറക്കിലെങ്കിലും എൻ്റെ ഹബീബിനെ എനിക്കൊന്ന് കാണണമായിരുന്നു എന്ന് കരുതിയിട്ട് ഒരു 10 സ്വലാത്തു ചൊല്ലിക്കിടന്നവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? ജീവിതത്തിലെ ഒഴിവ് വേളകളിൽ മൊബൈൽ ഫോണിലെ റീൽസിൽ നിന്ന് റീൽസിലേക്ക് ഇങ്ങനെ വിരലുകൾ തോണ്ടി തോണ്ടി അകന്നകന്നു പോകുമ്പോൾ ഈ റീൽസുകളെക്കാൾ എനിക്ക് ആനന്ദം തരുന്ന എൻ്റെ നേതാവിൻ്റെ ഒരു സുന്നത്തിനെ കുറിച്ച് ഞാനൊന്ന് പഠിക്കട്ടെ, അവിടുത്തെ ഒരു ഹദീസ് ഞാനൊന്ന് കേൾക്കട്ടെ, അല്ലെങ്കിൽ അവിടത്തേക്ക് 10 സ്വലാത്തു ചൊല്ലട്ടെ എന്ന് തോന്നാൻ നമ്മളിൽ എത്ര പേർക്ക് സാധ്യമാവാറുണ്ട്? ഇവിടെയാണ് ഒരാൾ ചിന്തിക്കുന്നത്, ഞാൻ ആഖിറത്തിൽ സ്വർഗത്തിലെത്തിയാലും എനിക്കെൻ്റെ തങ്ങളെ കാണാതെ പോവുമോ? അങ്ങ് വലിയ ഉന്നതിയിലായിരിക്കുമല്ലോ നബിയെ. അതാലോചിച്ചപ്പോൾ എനിക്കെൻ്റെ ശരീരത്തിന് ക്ഷീണം വന്നുപോയി. എന്നിട്ട് ആ മഹാൻ പറയാണ്, നബിയെ വ ഇല്ലം അദ്ഖുൽ, ഇനി ഞാൻ സ്വർഗത്തിൽ കടന്നില്ല എന്ന് വിചാരിക്കാം. സ്വർഗത്തിൽ കടന്നില്ലെങ്കിൽ ഒരു മനുഷ്യൻ നരകത്തിലാ പോവേണ്ടത്. സൗബാൻ ആശങ്കയില്ല, ഞാനിനി നരകത്തിൽ പോയാലും എൻ്റെ ആശങ്ക എനിക്കെൻ്റെ തങ്ങളെ കാണാൻ കഴിയുമെന്നാണ്. ഞാൻ നരകത്തിലായി പോയാൽ ഞാൻ ഒരിക്കലും പിന്നെ എൻ്റെ തങ്ങളെ കാണൂലല്ലോ, ഞാൻ നരകക്കാരനായിരിക്കുമല്ലോ. ഇതോർത്തിട്ടാണ് ഇന്നെൻ്റെ ശരീരം കുഴഞ്ഞു പോയത്, ഇതോർത്തിട്ടാണ് ഇന്നെൻ്റെ ശരീരത്തിൻ്റെ നിറം മാഞ്ഞു പോയത് എന്ന് പറഞ്ഞപ്പോൾ നബിയെ, തങ്ങൾ എനിക്കൊരു മറുപടി തരണം. നാളെ ആഖിറത്തിൽ എനിക്കെൻ്റെ തങ്ങളെ കാണാൻ കഴിയുമെന്നൊരുറപ്പ് തങ്ങൾ എനിക്ക് തരണമെന്ന് ഖേദത്തോടെ സൗബാൻ പറഞ്ഞപ്പോഴാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 69-ാമത്തെ ആയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നോതി കൊടുക്കുന്നത്. അവരുടെ അനുരാഗത്തിൻ്റെ ഫലമാണ് ആയത്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി, വമൻ യുത്ഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. ആരല്ലാഹുവിനെയും പ്രവാചകരെയും വഴിപ്പെട്ടുവോ അത്തരം ജീവിതം നയിച്ചവർ നാളെ അല്ലാഹു അനുഗ്രഹം ചെയ്ത അമ്പിയാക്കളുടെ സിദ്ദീഖീങ്ങളുടെ കൂടെ അവരുമുണ്ടാകും. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിച്ചവർ നാളെ മുത്തുനബിയുടെ കൂടെ ഉണ്ടാകുമെന്നർത്ഥം വരുന്ന ആയത്ത് കേട്ടപ്പോഴാണ് സൗബാന് സമാധാനമായത്. അതവരുടെ വല്ലാത്ത അനുരാഗമാണ്. ആ ഒരു സ്നേഹം നമ്മൾ ചർച്ച ചെയ്യുകയാണ് റബീഉൽ അവ്വൽ മാസത്തിൽ. ഹുബ്ബിൽ 1-ാം സ്ഥാനമെന്നും മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നമ്മൾക്ക് പിന്നീട് പറയാം. നമ്മൾ മനസ്സിലാക്കണം സിദ്ദീഖിൻ്റെ കുടുംബത്തെ. മഹാനവർകളും തൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഹിജ്റയുടെ വേളകളിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു രംഗമുണ്ട്. മക്കത്ത് പോയവർ ഈ കൂട്ടത്തിൽ ധാരാളം ഉണ്ടാകുമല്ലോ. അള്ളാഹുവിൻ്റെ റസൂലും സിദ്ദീഖും താമസിച്ച വീട്ടിൽ നിന്ന് ഗാറ് സൗറിലേക്ക് നിങ്ങളൊന്ന് ഗൂഗിളിനോട് ചോദിച്ചു നോക്കൂ, ഏതെങ്കിലും ഒരു AI ടൂളിനോട് ചോദിച്ചു നോക്കൂ. ഇന്നും 5-6 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ 6 കിലോമീറ്റർ ദൂരത്തിലേക്ക് ഗുഹയിൽ കഴിയുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശത്രുക്കൾ പരുന്തിനെ പോലെ ചുറ്റും വട്ടമിട്ട് പറക്കുന്നതിനിടയിലൂടെ ഒരു കൗമാരക്കാരി, ചെറുപ്രായക്കാരിയായ ഒരു പൊന്നുമോള് സിദ്ദീഖിൻ്റെ മകൾ ബീവി അസ്മാ റളിയല്ലാഹു അൻഹ ഭക്ഷണപ്പൊതിയുമായി നടന്നുപോയത് ചരിത്രത്തിലെ മഹാത്ഭുതമാണ്. സഹീഹുൽ ബുഖാരിയിലെ 3907-ാമത്തെ ഉദ്ധരണിയായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂലിന് ഭക്ഷണം പാകം ചെയ്ത് ഈ കുഞ്ഞുമോള് പോവാണ്. 3 ദിവസം അവിടെ നിന്ന് ഗാറ് സൗറിൽ താമസിച്ചു. ഗാറ് സൗറിലേക്ക് ഒരു കൗമാരക്കാരി കടന്നു വരുന്നു. ഭക്ഷണപ്പൊതിയുമായിട്ടൊരു തുണിയിൽ കെട്ടിയിട്ട് ഭക്ഷണവുമായി കടന്നു വരുന്നു. എതിരാളികൾ 4 ഭാഗത്തും വട്ടമിട്ട് പറക്കുമ്പോൾ അബൂബക്കറിൻ്റെ മകളെ കണ്ടാൽ അവർക്ക് പ്രവാചകൻ എവിടെയാണെന്ന് മനസ്സിലാവും. ശത്രുക്കൾ കാണാതെ പാത്തും പതുങ്ങിയും പോയ ആ മോളുടെ ഹുബ്ബ് ഏത് തുലാസിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ തൂക്കുക? അള്ളാഹുവിൻ്റെ പ്രവാചകർക്ക് ഭക്ഷണം കൊടുത്തിട്ട് അസ്മമോള് തൻ്റെ പൊന്നുപ്പ സിദ്ദീഖിനോടൊരു സ്വകാര്യം പറഞ്ഞു. ആ സ്വകാര്യം ഇങ്ങനെയായിരുന്നു, ഫഖുൽതു ലി അബി, ഞാൻ എൻ്റെ പൊന്നുപ്പാനോട് പറഞ്ഞു, ഉപ്പ മാ അജിദു ശൈഅൻ അർബുതുഹു,
ഇങ്ങേക്ക് ഭക്ഷണം കൊണ്ടുവരുമ്പോൾ ആ ഭക്ഷണം കെട്ടാൻ എൻ്റെ കയ്യിൽ ഒരു തുണിയില്ല വാപ്പ. എന്നിട്ട് ഇല്ലാനി താഖി, എൻ്റെ അരക്കച്ചയല്ലാതെ എൻ്റെ കയ്യിൽ ഒരു തുണിയുമില്ല വാപ്പ. ഞാൻ എൻ്റെ അരക്കച്ച കൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബിനുള്ള ഭക്ഷണപ്പൊതി കെട്ടിയിരിക്കുന്നത്. അരക്കച്ച എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അവരുടെ ശരീരത്തിൻ്റെ അരഭാഗത്തൊടുക്കുന്ന വസ്ത്രമാണ്, ഉള്ളിലൊടുക്കുന്ന വസ്ത്രം, അതാണ് നിതാഖ്. എൻ്റെ അരക്കച്ചയല്ലാതെ ഒന്നുമില്ല വാപ്പ എന്ന് സ്വകാര്യം പറഞ്ഞപ്പോൾ ഖാൽ, എൻ്റെ വാപ്പ എന്നോട് പറഞ്ഞു, മോളെ ഫശുഖി, നീ അത് നടുക കീറണം മോളെ, എന്നിട്ടൊരു കഷ്ണം കൊണ്ട് ഭക്ഷണം കെട്ടിക്കോ, മറു കഷ്ണം നിന്റെ അരക്കച്ചയാക്കിക്കോ എന്നെൻ്റെ ബാപ്പ എന്നോട് പറഞ്ഞു. അന്ന് മുതൽ ഫസുമ്മീത്, എന്നെ വിളിക്കപ്പെട്ടു ദാത്തന്നിതാഖൈൻ, രണ്ട് അരക്കച്ചയുള്ളവൾ എന്നെന്നെ വിളിക്കപ്പെട്ടു. അവരുടെ മഹബ്ബത്ത് എവിടെ നിൽക്കുന്നു? തൻ്റെ അരക്കച്ച ചിന്തിയിട്ട് പ്രവാചകന്റെ ഭക്ഷണപ്പൊതി കെട്ടിക്കൊണ്ടുപോയ ബീവി അസ്മയുടെ കാൽച്ചുവട്ടിലെ മണൽത്തരികളുടെ വില പോലും നമ്മൾക്കില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവിടത്തോടുള്ള മഹബ്ബത്ത് ഖൽബിലുള്ളവർക്ക് റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ സന്തോഷിക്കാതിരിക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതി ഫബിദാലിക ഫൽയഫ്റഹു. മേലെയുള്ള ആയത്തിൽ അള്ളാഹു മനുഷ്യർക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, ഖുൽ നബിയെ, തങ്ങൾ പറയണം, ഈ അനുഗ്രഹങ്ങളൊക്കെയും നിങ്ങൾക്ക് ലഭ്യമായത് ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ടും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടുമാണ്. എന്താണ് അള്ളാഹുവിൻ്റെ ഫദ്ല്? അള്ളാഹുവിൻ്റെ ഫദ്ല് പരിശുദ്ധ ഖുർആനാണെന്ന് ലോക മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഏതാണ്? നമ്മൾക്ക് ലഭിച്ച സർവ്വ സൗഭാഗ്യത്തിൻ്റെയും കാരണക്കാരൻ ആ റഹ്മത്ത് വറഹ്മത്തു ഹുവ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അള്ളാഹുവിൻ്റെ റസൂലാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നു, ഫബിദാലിക ഫൽയഫ്റഹു, ഈ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളുവിൻ. അവിടുന്ന് ജനിച്ചതിൽ സന്തോഷിക്കാൻ കഴിയാത്തവൻ, അവിടുത്തെ മദ്ഹ് പറയുമ്പോൾ പുച്ഛം തോന്നുന്നവൻ, അവിടുത്തെ സ്വലാത്ത് കേൾക്കുമ്പോൾ അതിനോട് നീരസം തോന്നുന്നവൻ ഖൽബിൽ ഈമാനില്ലാത്തവരാണ്. അതുകൊണ്ട് ആ മഹബ്ബത്ത് പ്രകടമാക്കുന്ന ഏത് വിഷയങ്ങളായാലും അതിൽ ശിർക്ക് കടന്നു വരാത്ത കാലത്തോളം, അനാവശ്യം കടന്നു വരാത്ത കാലത്തോളം ഈമാനുള്ളവർ അതിനെ പിന്തുണക്കണം. ഈ വരുന്ന റബീഉൽ അവ്വൽ നമ്മൾക്ക് മുന്നിൽ തുറന്നു തരുന്നത് ഇഷ്കിൻ്റെ മഹബ്ബത്തിൻ്റെ വാതിലുകളാണ്. എങ്ങനെയൊക്കെ അതിനോട് ചേർന്ന് നിൽക്കാൻ കഴിയുമോ അതുപോലെയൊക്കെയും നിങ്ങൾ ചേർന്ന് നിൽക്കണം. ഇതൊരു വസിയ്യത്താണ്. ഈ വസിയ്യത്തിന് നാളെ മഹ്ശർ വൻസഭയിൽ ഞാൻ സാക്ഷി പറയും. ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്നവരോട് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് സാക്ഷി പറയാൻ പറ്റുന്ന വസിയ്യത്തായി നിങ്ങളിലേക്ക് കൈമാറി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.